ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരണം 63ആയി. പട്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 14 കോച്ചുകളാണ് പാളം തെറ്റിയത്. 200-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു അന്വേഷണത്തിന് ഉത്തരവിട്ടു. എം സന്തോഷ്, ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. സന്തോഷ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, അടുത്ത കാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ട്രെയിൻ ദുരന്തമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാൺപൂർ ജില്ലയ്ക്കടുത്ത പൊക്രയാനിൽ ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പാട്ന ഇൻഡോർ എക്സ്പ്രസ് പാളം തെറ്റിയത്. ഏതാണ്ട് 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടു. 63 പേർ ഇതുവരെ മരണപ്പെട്ടു എന്നാണ് ലഭ്യമാകുന്ന വിവരം. പുലർച്ചെ ഈ യാത്രക്കാർ കൂടുതലും ഉറക്കത്തിലായിരുന്നത് കൊണ്ട് തന്നെയാണ് അപകടത്തിന്റെ ഈ മരണസംഖ്യ ഇത്രയും ഉയർന്നത്. ഇപ്പോഴും നിരവധി പേർ 200-ലധികം പേർ പരിക്കേറ്റ് വിവിധ ആശുപത്രികൾ ചികിത്സയിലുണ്ട്. ഇതിൽ തന്നെ നിരവധി പേരുടെ നില ഗുരുതരവുമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് റെയിൽവേ മന്ത്രാലയ വക്താവ് അനിൽ സക്സേന അല്പസമയം മുമ്പ് പറഞ്ഞത്. ഏതായാലും റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഈ സംഭവത്തിൽ അടിയന്തരമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഉയർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഉത്തർപ്രദേശ് DGP സംഭവ സ്ഥലത്തെത്തി നേരിട്ട മേൽനോട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവാണ് DGPക്ക് നേരിട്ട് എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുള്ളത്. AC കോച്ചുകൾ ഉൾപ്പെടെ ആണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ തന്നെ S2 കോച്ചിലാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. ഈ കോച്ചിലുണ്ടായിരുന്ന ഏതാണ്ട് കൂടുതൽ പേർക്കും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അർദ്ധസൈനിക വിഭാഗങ്ങളുടെ കൂടി സേവനം ലഭ്യമാക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ പ്രത്യേക ട്രെയിൻ ഈ രക്ഷാ ട്രെയിൻ സംഭവ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ പാതയിലൂടെയുള്ള മറ്റ് ട്രെയിനുകളെല്ലാം ചിലത് റദ്ദാക്കുകയോ മറ്റു ചിലത് വഴിതിരിച്ചു വിടുകയോ ചെയ്തിട്ടുണ്ട്. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അരുൺ, കാൺപൂരിൽ നിന്ന് 63 കിലോമീറ്റർ ദൂരെയാണ് എന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ഈ പ്രദേശം ഭൂമിശാസ്ത്രപരമായി എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനത്തിന് ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ടോ? അടുത്തുള്ള ആശുപത്രികൾ അത് എങ്ങനെയാണ്? മറ്റൊന്ന്, ഇക്കാര്യത്തിൽ റെയിൽവേയുടെ വിശദീകരണം ഏതെങ്കിലും തരത്തിൽ നിലവിൽ ഉണ്ടായിട്ടുണ്ടോ? അരുൺ, കാൺപൂരിനടുത്തുള്ള പുക്രയാൻ എന്ന് പറയുന്ന മേഖലയിലാണ് ഈ അപകടം ഉണ്ടായത്. കാൺപൂരാണ് ഏറ്റവും അടുത്ത പ്രധാന ടൗൺ. അതുകൊണ്ട് തന്നെ ഗുരുതരമായി പരിക്കേറ്റവരെ കാൺപൂരിലേക്ക് ഹോസ്പിറ്റലുകളിലേക്ക് തന്നെയാണ് കൊണ്ടുപോകുന്നത്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടുന്നു. ഒന്നാമത് ഈ സമയം പുലർച്ചെ 3 മണിക്ക് അപകടം ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടത്. എന്നാൽ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ മന്ത്രിയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ നേരിട്ടുള്ള നിർദ്ദേശവും നിയന്ത്രണവും ആണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉള്ളത്. ഏതായാലും ഈ റെയിൽവേ എന്താണ് ഈ അപകട കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച വിശദീകരണം ഇപ്പോഴും നൽകിയിട്ടില്ല. അല്പസമയത്തിനകം തന്നെ പ്രാഥമികമായ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച വ്യക്തത വരും. റെയിൽവേ വിശദീകരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ അപകടത്തെ സംബന്ധിച്ച വിശദീകരണം മാത്രമാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. 14 കോച്ചുകൾ അപകടത്തിൽപ്പെട്ടു എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. റെയിൽവേ മന്ത്രാലയ വക്താവ് വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും വലിയ ഒരു ദുരന്തം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുമുണ്ട്. അതുകൊണ്ട് മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോൾ കൃത്യമായ വിവരങ്ങൾ നൽകാൻ കഴിയില്ല. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് റെയിൽവേ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു അപകടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും ഈ പുലർച്ചെ ഉണ്ടായ അപകടമായിരുന്നു എന്നുള്ളത് ഈ ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ മരണസംഖ്യ ഉയരാനുള്ള പ്രധാന കാരണമായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ഇത് ഈ പ്രധാന പാതയിലൂടെ കടന്നു പോകുന്ന ട്രെയിനാണോ, അല്ലെങ്കിൽ ഇത് തന്നെയാണോ പ്രധാന പാത? അങ്ങനെയാണെങ്കിൽ പരമാവധി ആൾക്കാരെ ഉൾക്കൊള്ളുന്ന ഒരു ട്രെയിൻ ആകുമല്ലോ. 4 AC കമ്പാർട്ട്മെന്റുകൾ പൂർണ്ണമായും തകർന്നു എന്ന സൂചനകൾ കൂടിയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ദുരന്തത്തിന്റെ തീവ്രത ഏറാനുള്ള സാധ്യതയുണ്ട്. ആ നിലയ്ക്ക് കൂടി
അരുൺ, പൊതുവെ ഈ അപകടത്തിൽപ്പെട്ട ട്രെയിനിൽ കൂടുതൽ തിരക്കുള്ള ഒരു ട്രെയിൻ തന്നെയാണ്. പ്രധാന പാതയിൽ കൂടി കടന്നു പോകുന്ന ട്രെയിൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നിരവധി ഇതിൽ ഇത്രയും കൂടുതൽ യാത്രക്കാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അപകടത്തിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ വലിയ ഒരു അപകടമായി മാറാനുണ്ടായ കാരണവും അതുതന്നെയാണ്. ഈ ഒരു പാതയായതുകൊണ്ടും അതോടൊപ്പം തന്നെ തിരക്കുള്ള ഒരു ട്രെയിൻ ആയതുകൊണ്ടുമാണ് ഇത്തരത്തിൽ അപകടത്തിൽ കൂടുതൽ പേർ മരണപ്പെടാനുള്ള സാധ്യതയുണ്ടായത്. 4 AC കോച്ചുകൾ ഈ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. S2 കോച്ചാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. പിന്നീടാണ് ഈ മറ്റു കോച്ചുകളും അപകടത്തിൽപ്പെട്ടത്. AC കോച്ചുകളിൽ ഉണ്ടായിരുന്നവർക്ക് കൂടുതൽ അപകടത്തിൽ മരണം സംഭവിച്ചിട്ടുണ്ട്. കാരണം ഉറക്കത്തിലായിരുന്നത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനോ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ ഈ അപകടത്തിൽ കൂടുതൽ പേർക്ക് രക്ഷപ്പെടാൻ സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ അപകടത്തിൻ്റെ ഒരു തീവ്രത ഇത്രയും കണ്ട് ഉയരാനുണ്ടായിട്ടുള്ള പ്രധാന കാരണവും. ഏതായാലും ഈ ഒരു റെയിൽവേ അപകടം അടുത്ത കാലത്ത് ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു റെയിൽവേ അപകടമായി തന്നെയാണ് റെയിൽവേ ഇതിനെ ഇപ്പോൾ വിലയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാഥമിക അന്വേഷണവും പുരോഗമിക്കുകയാണ്. ഏതായാലും എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇനി വ്യക്തമാകാനുള്ളത്. അതിൻ്റെ പ്രാഥമിക അന്വേഷണം റെയിൽവേയുടെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നുണ്ട്. എന്നാൽ ഔദ്യോഗികമായ സ്ഥിരീകരണമോ വിശദീകരണമോ റെയിൽവേ ഇതുവരെ നൽകിയിട്ടില്ല. അരുൺ, സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ഉത്തർപ്രദേശിൽ ട്രെയിൻ ദുരന്തം. രാജ്യത്ത് കറൻസി പ്രതിസന്ധി രൂക്ഷമായി തുടരവേ ഇന്ന് ബാങ്ക് അവധി. 1000-500 നോട്ടുകൾ അസാധുവാക്കിയതിനു ശേഷമുള്ള ആദ്യ ബാങ്ക് അവധിയാണിത്. തുടർച്ചയായി 11 ദിവസം പ്രവർത്തിച്ചതിന് ശേഷമാണ് ഇന്ന് ബാങ്കുകൾ അവധിയാകുന്നത്. ജനങ്ങളുടെ ദുരിതം പരിഹരിക്കാൻ ATMകളിൽ പരമാവധി പണം നിറച്ചിട്ടുണ്ട് എന്നാണ് ബാങ്കുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഇത് പൂർണ്ണമായും ഫലപ്രദം ആയേക്കില്ല. ചെറിയ നോട്ടുകളുടെ അഭാവം ഇന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കും. നോട്ട് പിൻവലിക്കൽ തീരുമാനത്തിന് പിന്നാലെ രാജ്യത്തെ പഴം പച്ചക്കറി വിപണിയിൽ വിൽപ്പന കുത്തനെ ഇടിഞ്ഞു. പച്ചക്കറി സ്വീകരിക്കാൻ വിതരണക്കാർ മടിക്കുകയാണ്. ഇതോടെ വിളയിറക്കാൻ പോലും ആകാതെ കർഷകരുടെ ദുരിതം വർദ്ധിച്ചു. ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ കയ്യിൽ തന്നെ പണം സൂക്ഷിച്ചിരുന്ന ദിവസക്കൂലിക്കാർ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റാണ് ദില്ലിയിലെ ആസാദ്പൂർ മണ്ഡി. 25,000 ടൺ വരെ പഴം പച്ചക്കറി വിൽപ്പന നടക്കാറുള്ള മാർക്കറ്റ്. ബീഹാർ, ഹരിയാന, UP എന്നിവിടങ്ങളിൽ നിന്നും പഴം പച്ചക്കറികൾ എത്തിക്കുന്ന നൂറുകണക്കിന് കർഷകരെയും തൊഴിലാളികളെയും ഇവിടെ കാണാം. എന്നാൽ 500-1000 രൂപ നോട്ടുകൾ പിൻവലിച്ചതോടെ കച്ചവടം 70% കുത്തനെ ഇടിഞ്ഞു. വിളയിറക്കേണ്ട സമയമായിട്ടും കർഷകർക്ക് പണം നൽകാൻ വിതരണക്കാർക്കും സാധിക്കുന്നില്ല. ചില്ലറക്ഷാമം രൂക്ഷമായതോടുകൂടി പച്ചക്കറി പഴം മാർക്കറ്റുകളിലേക്കുള്ള ആവശ്യക്കാരുടെ തിരക്കും കുത്തനെ കുറഞ്ഞു. ഇതോടെ മിക്ക കച്ചവടമുണ്ടായിരുന്ന കടകളും പൂട്ടിയിരിക്കുന്ന അവസ്ഥയാണ് കടകളിൽ കാണാനാകുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസം പോലും നേടാൻ കഴിയാത്ത ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് പോലും അറിയാത്തവരാണ് ദിവസക്കൂലിക്കാരായ തൊഴിലാളികൾ. അക്കൗണ്ടുള്ള തൊഴിലാളികൾ അത് സ്വദേശമായ ബീഹാറിലും പഞ്ചാബിലുമാണെന്നത് ചൂണ്ടിക്കാട്ടുന്നു. बिहार में खाता है तो उसमें हम लोग वो रियानी से डालते हैं पैसे, और क्या कर सकता हूँ. अभी कोई 500 का नोट नहीं ले रहा है, 1000 का नोट नहीं ले रहा है. हम लोग मजदूर आदमी हैं, क्या करें. കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന പഴയ നോട്ടിന് കമ്മീഷൻ ഈടാക്കി പുതിയ നോട്ടുകൾ നൽകുന്ന മാഫിയകളും മാർക്കറ്റിൽ സജീവമായി കഴിഞ്ഞു. क्योंकि हम गरीब के पास खाता नहीं है और 1500 का नोट हम कहाँ दें, किसको दें, उसमें से 200 रुपए कट रहा है. ജൻധൻ യോജനയിലൂടെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ടുകൾ നൽകിയെന്ന അവകാശവാദത്തോടെയായിരുന്നു സർക്കാരിന്റെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള പുതിയ നീക്കം. എന്നാൽ കൃത്യമായ ആസൂത്രണമില്ലാത്ത ഈ തീരുമാനവും ദുരന്തത്തിലാക്കിയത് സാധാരണ ജനങ്ങളെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ പഴം പച്ചക്കറി മാർക്കറ്റിൽ നിന്നും. ക്യാമറാമാൻ ഗോപി കടവല്ലൂരിനൊപ്പം മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ട്രെയിൻ പാളം തെറ്റിയുണ്ടായ അപകടത്തിൽ മരണം 63ആയി. പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസിന്റെ 14 കോച്ചുകളാണ് പാളം തെറ്റിയത്. 200-ലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. മരണസംഖ്യ ഉയരാൻ സാധ്യത. സംഭവത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു അന്വേഷണത്തിന് ഉത്തരവിട്ടു. സന്തോഷ് ചേരുന്നു. സന്തോഷ്, എന്തായിരുന്നു സംഭവിച്ചത്? അരുൺ, സമീപകാലത്തുണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമാണ്, റെയിൽവേ ദുരന്തമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിലെ കാൺപൂർ ജില്ലയിലെ പുക്രയാൻ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് പാറ്റ്ന ഇൻഡോർ എക്സ്പ്രസ് പാളം തെറ്റിയത്. 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടു. S2 കോച്ചാണ് ആദ്യ അപകടത്തിൽപ്പെട്ടത്. 4 AC കമ്പാർട്ട്മെന്റുകളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 63 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടതായാണ് റെയിൽവേ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ഈ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള
സാധ്യതയുണ്ട് എന്ന് റെയിൽവേ മന്ത്രാലയ വക്താവ് അനിൽ സക്സേന അല്പസമയം മുമ്പ് വ്യക്തമാക്കിയിരുന്നു. 200-ലധികം പേർ ഇപ്പോൾ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിൽ തന്നെ നിരവധി പേരുടെ നില ഗുരുതരമാണ്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ റെയിൽവേ മന്ത്രാലയം അറിയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്തണമെന്ന് റെയിൽവേ മന്ത്രി സുരേഷ് പ്രഭു ഉത്തരവിട്ടിട്ടുണ്ട്. റെയിൽവേ ഉദ്യോഗസ്ഥർ പ്രാഥമിക അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് അപകട കാരണം എന്നുള്ളതിനെ സംബന്ധിച്ച് റെയിൽവേ ഇതുവരെ ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പ്രാഥമിക അന്വേഷണം പൂർത്തിയായതിനു ശേഷം ഇത് സംബന്ധിച്ച വിശദീകരണം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ റൂട്ടിൽ ഓടുന്ന ട്രെയിനുകളിൽ ഭാഗികമായി റദ്ദാക്കുകയോ മറ്റു ട്രെയിനുകൾ വഴിതിരിച്ചു വിടുകയോ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന പോലീസും റെയിൽവേ സുരക്ഷാ വിഭാഗവും ചേർന്ന് അടിയന്തര രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പരിക്കേറ്റവരെ ഏതാണ്ട് ആശുപത്രിയിൽ പൂർണ്ണമായും എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ. പ്രത്യേകിച്ചും ദേശീയപാത 25-ൽ നിന്നും 6 കിലോമീറ്റർ മാറി ഉള്ള ഒരു പ്രദേശമാണ് ഇപ്പോൾ ഈ പൊക്രയാൻ, ഈ അപകടം നടന്നിട്ടുള്ള മേഖല. അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ആദ്യഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ടു. എന്നാൽ ഇപ്പോൾ അത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ടെന്നും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് എന്നുമാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് നേരിട്ട് സ്ഥലത്തെത്തി ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണമെന്ന് DGPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UP DGPയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ റെയിൽവേയുടെ പ്രത്യേക ട്രെയിൻ, രക്ഷാ സംവിധാനങ്ങളുടെ ട്രെയിനും സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ഏതായാലും ഈ ഒരു അപകടം ഉണ്ടായത് പുലർച്ചെ 3 മണിക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതൽ ഇതിന്റെ മരണസംഖ്യ കാരണമായിട്ടുള്ളത്. യാത്രക്കാർ എല്ലാവരും ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഈ അപകടത്തിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ AC കമ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നവർ കൂടുതൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭ്യമാകുന്നു. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. അരുൺ, സംഘം, ദുരന്ത നിവാരണ സേന ഇവരൊക്കെ സജീവമാണോ അവിടെ? മറ്റൊന്ന് സന്തോഷ്, എത്ര ബോഗികളാണ് കൃത്യമായി പാളം തെറ്റിയത്? അരുൺ, 14 ബോഗികൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റെയിൽവേ അറിയിച്ചിട്ടുള്ളത്. 14 ബോഗികളിൽ ഉണ്ടായിരുന്ന യാത്രക്കാർക്ക് അപകടത്തിൽ പരിക്കേൽക്കുകയോ മരണപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന് റെയിൽവേ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്ന് പറയേണ്ടി വരും. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ദുരന്ത നിവാരണ സേന ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ ആശുപത്രിയിൽ, തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് കൂടുതൽ ഡോക്ടർമാരെ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൾപ്പെടെയുള്ള ദില്ലി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഡോക്ടർമാരെ അവശ്യ സേവനത്തിനായി ഉത്തർപ്രദേശിലേക്ക് മാറ്റാനുള്ള ശ്രമവും ഇപ്പോൾ നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയും ഈ മരണസംഖ്യ കുറയ്ക്കാനുള്ള നടപടികൾ അല്ലെങ്കിൽ അപകടത്തിന് തീവ്രത കൊടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് സർക്കാരും ചേർന്ന് സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ പാളം തെറ്റിയത് S2 ട്രെയിനിൽ S2 കോച്ചാണ് ആദ്യം പാളം തെറ്റിയത് എന്ന് റെയിൽവേ അറിയിച്ചിട്ടുണ്ട്. 4 AC കമ്പാർട്ട്മെന്റുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ AC കമ്പാർട്ട്മെന്റിലുള്ളവർ കൂടുതൽ അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും ഈ മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ളവർ തന്നെ കാൺപൂരിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അത്തരത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഇടപെട്ടുകൊണ്ടുള്ള നേരിട്ട് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും ഇപ്പോഴും ഈ റെയിൽവേക്കുള്ള ആശങ്ക, ഈ അപകടത്തിൽ പരിക്കേറ്റ നിരവധി പേർ, ഏകദേശം 200ഓളം പേർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതിൽ തന്നെ 50ഓളം പേരുടെ നില ഗുരുതരമാണ് എന്നുള്ള ഒരു റിപ്പോർട്ടുകളും ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത റെയിൽവേ വക്താവ് തന്നെ നേരത്തെ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുണ്ട്. ഈ ഗുരുതരമായി പരിക്കേറ്റവർ ഉള്ളത് കൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് റെയിൽവേ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതിന്റെ തീവ്രത കുറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും രക്ഷാപ്രവർത്തനങ്ങൾക്കുള്ള നേരത്തെ ഈ പറഞ്ഞ ആംബുലൻസിൽ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് നേരിയ തടസ്സങ്ങൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കാരണം ദേശീയപാതയിൽ നിന്ന് 6.5 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ സ്ഥലമുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള റോഡ് ബുദ്ധിമുട്ടുകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പരിഹരിച്ച് ഏതായാലും എല്ലാവരെയും ആശുപത്രിയിൽ, അല്ലെങ്കിൽ പരിക്കേറ്റവരെ മുഴുവനായി തന്നെ ആശുപത്രികളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ അപകടം നടന്നത് സന്തോഷ് പുലർച്ചെ 3 മണിയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും
യാത്രക്കാരെല്ലാം ഉറക്കത്തിലായിരുന്നിരിക്കണം എന്ന് തന്നെ കരുതാം. ഈ ഉണരുന്നതിന് മുമ്പ് എന്തെങ്കിലും സംഭവിച്ചിട്ടും ഉണ്ടാകും. അതാണോ ഈ അപകട കാരണം ഇത്രത്തോളം കൂടാനുള്ള കാരണം? അരുൺ, തീർച്ചയായും ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ ദുരന്തമുണ്ടായ സമയം തന്നെയാണ് ഈ അപകടത്തിന്റെ തീവ്രത ഇത്ര കണ്ട് ഉയരാൻ ഇടയാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം പുലർച്ചെ 3 മണി, സ്വാഭാവികമായും ട്രെയിനിൽ യാത്രക്കാർ കൂടുതലായും ഉറക്കത്തിലായിരുന്നു. ആ സമയത്താണ് അപകടമുണ്ടായത്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ യാത്രക്കാരുടെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ട്രെയിനിന്റെ ബോഗികൾ പാളം തെറ്റുകയും അപകടം എന്താണ് എന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിലേക്ക് യാത്രക്കാർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്കാണ് ഈ ദുരന്തം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ചും AC കോച്ചുകൾ അപകടത്തിൽപ്പെടുമ്പോൾ സ്വാഭാവികമായും ദുരന്തത്തിന്റെ തീവ്രത വർദ്ധിക്കാറുണ്ട്. കാരണം ഇതിൽ നിന്നും യാത്രക്കാർക്ക് എളുപ്പത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് പുലർച്ചെ ഈ സമയം അല്ലെങ്കിൽ യാത്രക്കാർ ഉറങ്ങുന്ന സമയമാണെങ്കിൽ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ പൊതുവെ വിഫലമാകാറുണ്ട്. അത്തരത്തിലുള്ള ഒരു സാധ്യത ഈ അപകടത്തിലും ഉണ്ടായി എന്ന് തന്നെ കരുതേണ്ടി വരും. അതുകൊണ്ടാണ് മരണസംഖ്യ ഇത്ര കണ്ട് ഉയരാനുള്ള ഒരു കാരണമായി കാണാൻ കഴിയുന്നത്. ഈ ഒരു സമയത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെയാണ്. ഇനി മറ്റൊരു തരത്തിൽ ഈ സമയമായതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങളും എളുപ്പത്തിൽ സാധിക്കാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പുലർച്ചെ ഈ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് അതിൽ രക്ഷാപ്രവർത്തനങ്ങൾക്കും രക്ഷാവാഹനങ്ങളിലെല്ലാം ലഭ്യമാകാനുള്ള ബുദ്ധിമുട്ട്. അത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകളും പ്രാരംഭഘട്ടത്തിൽ നേരിട്ടിട്ടുണ്ട്. അതും ഈ അപകടത്തിന്റെ ഈ ദുരന്തത്തിന്റെ ഒരു തീവ്രത വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യമായി അല്ലെങ്കിൽ ഇടയാക്കിയിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. ഏതായാലും ആ ഒരു ഘട്ടം ഏതായാലും ഇപ്പോൾ കടന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും രക്ഷാപ്രവർത്തനം ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരമാവധി ദുരന്ത നിവാരണ സേന ഉദ്യോഗസ്ഥരെയും പോലീസിനെയും അതോടൊപ്പം തന്നെ റെയിൽവേ സുരക്ഷാ വിഭാഗത്തെയും വിന്യസിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള സൈനിക വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കാനുള്ള ഒരു ആലോചനയും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മരണസംഖ്യ കുറയ്ക്കാനും അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാനുമുള്ള ശ്രമം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. അരുൺ, ഇക്കാര്യത്തിൽ എന്തായാലും കേന്ദ്ര റെയിൽ മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേന്ദ്രവും UP സർക്കാരും സംയുക്തമായി ഒരു നീക്കം അത്തരത്തിലാണോ നിലവിൽ കാണാൻ സാധിക്കുന്നത്? കാരണം ദുരന്ത നിവാരണ സേന, പ്രത്യേക മെഡിക്കൽ സംഘങ്ങൾ ഒക്കെ എത്തുന്നു. അഖിലേഷ് യാദവ് ഇക്കാര്യത്തിൽ പ്രസ്താവനയും നടത്തിയിട്ടുണ്ടല്ലോ. അങ്ങനെ കൃത്യമായി കാര്യങ്ങൾ ഏകോപിപ്പിച്ച ഉള്ള രക്ഷാപ്രവർത്തനം അതുതന്നെയാണോ നിലവിലുള്ളത്? അരുൺ, ഉത്തർപ്രദേശ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. മുഖ്യമന്ത്രി അഖിലേഷ് യാദവ് തന്നെ ഈ സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ എല്ലാം തന്നെയും നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശ് DGPക്ക് നേരിട്ട് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് സംഭവ സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പോലീസ് സേനയെ പൂർണ്ണമായും ഉപയോഗിച്ചുകൊണ്ട് ആശുപത്രി സംവിധാനങ്ങൾ, സംവിധാനങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളുമുണ്ട്. റെയിൽവേ മന്ത്രാലയം ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണ് ഈ അപകടത്തിന്റെ കാരണം എന്നുള്ളതിനെ സംബന്ധിച്ചാണ് റെയിൽവേ ഇപ്പോൾ പരിശോധന നടത്തി വരുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ റെയിൽവേ ഇതുവരെയും വിശദീകരിച്ചിട്ടില്ല. എന്താണ് അപകട കാരണം എന്നുള്ളത് ഈ പ്രാഥമികമായ അന്വേഷണത്തിന്റെ പൂർത്തിയായതിനു ശേഷം, അന്വേഷണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കും അപകട കാരണം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് റെയിൽവേ വിശദീകരണം നൽകുന്നത്. ഇപ്പോൾ റെയിൽവേ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ റെയിൽവേ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തന്നെയാണ്. മുഴുവൻ പേരെയും സംഭവ സ്ഥലത്ത് നിന്നും അപകട സ്ഥലത്ത് നിന്നും പരിക്കേറ്റ മുഴുവൻ പേരെയും ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, സ്വന്തമായി തന്നെ പലരും ഈ നിസ്സാരമായി പരിക്കേറ്റവർ പല ആശുപത്രികളുമായി സ്വന്തമായി തന്നെ ചികിത്സ നേടിയിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റവരെ അടിയന്തരമായി എല്ലാ സംവിധാനങ്ങളുമുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമം നടക്കുകയാണ്. ഈ പറയുന്ന പൊക്രിയാൻ മേഖല അത്ര വലിയ സൗകര്യമുള്ള ഒരു പ്രദേശമല്ല. നേരത്തെ അത് ഒരു പഞ്ചായത്ത് മേഖലയായിരുന്നു. കുറച്ചു കാലം മുമ്പാണ് അത് മുനിസിപ്പാലിറ്റിയായി ഉയർത്തിയത്. പൂർണ്ണമായും ഒരു ഗ്രാമീണ മേഖല എന്നത്, ഈ അപകടം നടന്ന പ്രദേശം ഒരു ഗ്രാമീണ മേഖല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് തന്നെ വലിയ ചികിത്സാ സംവിധാനം
സംവിധാനങ്ങൾ തൊട്ടടുത്തില്ല. പുക്രയാനിൽ ആശുപത്രിയുണ്ട്, അതുകൂടാതെ പിന്നെ കാൺപൂരിലാണ് ആശുപത്രി ഉള്ളത്. അപ്പോൾ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രിയിലും അടുത്തുള്ള സ്വകാര്യ ആശുപത്രികളിലും എല്ലാ ചികിത്സാ സംവിധാനങ്ങളും ലഭ്യമാകുന്ന ആശുപത്രിയിലേക്കാണ് പരിക്കേറ്റവരെ ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇപ്പോഴും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഈ പറയുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഉള്ളത്. അരുൺ, ഉത്തർപ്രദേശിൽ ട്രെയിൻ ദുരന്തം, മരണസംഖ്യ ഇനിയും ഉയരും എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി സന്തോഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശബരിമലയിലെ ഇതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നു. വിജിലൻസിന്റെ ത്വരിതാന്വേഷണം നേരിടുന്ന ദേവസ്വം ബോർഡിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇത്. ഈ ഉദ്യോഗസ്ഥന്റെ സഹോദരന് വേണ്ടിയാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റുന്നത്. ശബരിമലയിലേതടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ എല്ലാ അക്കൗണ്ടുകളും ധനലക്ഷ്മി ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് മാറ്റാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകം 1 കോടിയോളം രൂപ വരുന്ന 3 നിക്ഷേപം മാറ്റിയെന്നാണ് സൂചന. കാലാവധി തീരുന്ന മുറയ്ക്ക് മറ്റ് സ്ഥിര നിക്ഷേപങ്ങളും മാറ്റാനാണ് നീക്കം. ഉന്നത ഉദ്യോഗസ്ഥന്റെ പ്രത്യേക താൽപര്യപ്രകാരമാണ് ഇപ്പോഴത്തെ ഈ നടപടി. മുൻ UDF സർക്കാരിന്റെ കാലത്ത് അക്കൗണ്ടും മറ്റ് നിക്ഷേപങ്ങളും മാറ്റാൻ പലതവണ ശ്രമം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാവായ മുൻ മന്ത്രിയുടെ മൗനാനുവാദത്തോടെയായിരുന്നു നടപടിയും. എന്നാൽ ജീവനക്കാരുടെയും മറ്റും പ്രതിഷേധമുയർന്നതോടെ നീക്കം ഉപേക്ഷിക്കുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് കോൺഗ്രസ് അനുഭാവിയായ ഉന്നത ഉദ്യോഗസ്ഥൻ നേരിട്ടിടപെട്ട സമ്മർദ്ദം ചെലുത്തി വീണ്ടും അക്കൗണ്ട് മാറ്റുന്നത്. നിലവിൽ ധനലക്ഷ്മി ബാങ്കിന്റെ നന്ദൻകോട് ശാഖയിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടുകളുള്ളത്. ശബരിമലയിലും കഴിഞ്ഞ 3.5 പതിറ്റാണ്ടിലേറെയായി ധനലക്ഷ്മി ബാങ്കിലാണ് ഇടപാടുകളും. ഇത് മറ്റൊരു ദേശസാൽകൃത ബാങ്കിലേക്കാണ് മാറ്റാൻ തീരുമാനം. നന്ദൻകോട് നിന്നും ഏറെ അകലെ പൂജപ്പുരയിലെ ശാഖയിലേക്കാണ് അക്കൗണ്ടുകളും സ്ഥിര നിക്ഷേപങ്ങളും മാറ്റുന്നതും. 7.5% പലിശ നൽകുമെന്ന ഉറപ്പിന്മേലാണ് ഇത്തരത്തിൽ അക്കൗണ്ടുകൾ മാറ്റുന്നത്. എന്നാൽ അടുത്തിടെ മാറ്റിയ 1 കോടി രൂപയ്ക്ക് 7.4% പലിശ നൽകിയിരുന്നുള്ളൂ. ഇതോടെയാണ് സംഭവം വിവാദമായതും. അക്കൗണ്ടുകൾ മാറ്റുന്നതടക്കം പല സുപ്രധാന തീരുമാനങ്ങളും ബോർഡ് അധികൃതർ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം.